പള്ളുരുത്തി താലൂക്ക് ആശുപത്രിയിൽ സ്റ്റാഫ് പാറ്റേൺ നടപ്പിലാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഇതിന്റെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. ആശുപത്രിയിൽ സ്ഥാപിച്ച ഡയാലിസിസ് സെന്ററും ലബോറട്ടറിയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖല ഒരു മിഷൻ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ പ്രവർത്തനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ചികിത്സാ സേവനങ്ങൾ എല്ലാവർക്കും ഒന്നുകിൽ സൗജന്യമായി അല്ലെങ്കിൽ ഏറ്റവും മിതമായ നിലയിൽ ലഭ്യമാകണമെന്നുള്ളതാണ്. അതും വെറും ചികിത്സ എന്നുള്ളതല്ല, ഗുണമേന്മയുള്ള ക്വാളിറ്റി അഷ്വർ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ്, ചികിത്സാ സൗകര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുക എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താലൂക്ക് തല ആശുപത്രി മുതൽ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ലഭ്യമാകണമെന്നുള്ളത് സർക്കാർ കണ്ടത്. ഞാൻ ഏതാണ്ട് 10-11 മാസങ്ങൾക്ക് മുൻപ് പള്ളുരുത്തി ആശുപത്രി ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും ജനറൽ ആശുപത്രികളും സന്ദർശിച്ചിരുന്നു. കാരണം തിരുവനന്തപുരത്ത് നമ്മുടെ കോൺഫറൻസ് റൂമിലിരുന്ന് ആശുപത്രികളുടെ ഫോട്ടോകളും വിഷ്വലുകളും സ്ലൈഡുകൾ മാറുന്നത് കാണുമ്പോൾ അത് യഥാർത്ഥത്തിൽ അവിടെ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ, ഇതാണോ യഥാർത്ഥത്തിലുള്ള സാഹചര്യം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓരോ ആശുപത്രിയിലും ചെയ്യാനുള്ളത് എന്നുള്ളത് നേരിട്ട് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് താലൂക്ക് തലത്തിലുള്ള ആശുപത്രികളും ജില്ലാ ആശുപത്രികളും ജനറൽ ആശുപത്രികളും സന്ദർശിച്ചത്. കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനം ആഗോളതലത്തിൽ തന്നെ വളരെ മികച്ച നിലയിൽ നിൽക്കുന്നതാണ്. നമ്മുടെ നവജാത ശിശു മരണ നിരക്ക് നെതർലൻഡ്സ് ഒക്കെയുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ ഇതൊക്കെ തുല്യമാണ്. 4.4 നമ്മുടെ നവജാത ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. 2030 6 ആകണമെന്നാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞത്. 2021 തന്നെ നമ്മൾ 6 ഇപ്പോൾ അത് 4.4 ആണ്, 4.4 ആണ്. അതിലും കുറയ്ക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. മെറ്റേണൽ മോർട്ടാലിറ്റി രാജ്യത്ത് ഏറ്റവും കുറവ് നമ്മുടേതാണ്. അതും വികസിത രാജ്യങ്ങളുടെ മികച്ച പൊതുജനാരോഗ്യ സംവിധാനമുള്ള രാജ്യങ്ങളുടെ ഡേറ്റയ്ക്ക് തുല്യമാണ്. ഇപ്പം ഞാൻ പങ്കെടുത്തിട്ട് ബഹുമാനപ്പെട്ട മേയർ ഇവിടെ മെൻഷൻ ചെയ്ത ഒരു പരിപാടി അത് ഏജിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ വളരെ ഏറ്റവും മുതിർന്ന പൗരന്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതിന് കാരണം നമ്മുടെ ആയുർദൈർഘ്യം കൂടുതൽ. ഇവിടുന്ന് നമ്മൾ തുടങ്ങിയത് 45-47 വയസ്സിലൊക്കെ മരണം സംഭവിക്കുന്ന ഇടത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് വന്ന് ഇനി 75-76 വയസ്സാണ് നമ്മുടെ ശരാശരി പ്രായം. അങ്ങനെ നിൽക്കുമ്പോൾ ഈ ആരോഗ്യ രംഗത്തെ പൊതു സമൂഹത്തിൽ ലോകത്തിന് മുൻപാകെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾ എന്നുള്ള നിലയിൽ കൂടി ഒരു ടൂറിസ്റ്റ് മേഖലയായിട്ടുള്ള നമ്മുടെ കൊച്ചിയിൽ, ഫോർട്ട് കൊച്ചിയിലും ഒക്കെ തന്നെ ഈ ആശുപത്രികൾ മികച്ച നിലയിലാകണം എന്നുള്ളത് ബഹുമാനായ മേയർ അദ്ദേഹം കൊച്ചിയെ സംബന്ധിച്ചിപ്പോൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ ഒരു വർഷം കൂടി കുറേ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉണ്ട്. അതും ചെയ്യുന്നുണ്ട്. ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആദ്യ സുരക്ഷിത ഭക്ഷണ തെരുവ് കൊച്ചിയിൽ വരാനായിട്ട് പോവുകയാണ്. സേഫ് ഫുഡ് സ്ട്രീറ്റ്, ഒരു സ്ട്രീറ്റ് മുഴുവൻ ആ നിലയിലേക്ക് കൊച്ചി കോർപ്പറേഷനും ഭക്ഷ്യസുരക്ഷാ വകുപ്പും കൂടെ ചേർന്നാണ് അത് നടത്തുന്നത്. മേയർ എം അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഒന്ന്, നമ്മുടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീ എം സ്വരാജ് MLA ആയിരിക്കുമ്പോൾ ആസ്തി വികസന ഫണ്ടിൽ നിന്നുമാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. നമ്മുടെ എല്ലാ ഗവൺമെന്റ് സംവിധാനങ്ങളിലും പലപ്പോഴും ഉണ്ടാവും, കെട്ടിടം നിർമ്മിച്ചു കഴിയുമ്പോഴായിരിക്കും നമ്മൾ അടുത്ത കാര്യം ആലോചിക്കുന്നത്. പള്ളുരുത്തിയുടെ ഒരു പ്രത്യേകത മിനിസ്റ്റർക്ക് അറിയാവുന്നതാണ്. മിനിസ്റ്റർ ഇതിനു മുമ്പ് ഒരിക്കലും ഈ ആശുപത്രിയിൽ വന്നതാണ്. വന്നതിന് ശേഷം മിനിസ്റ്റർ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ വളരെ ഓപ്പൺലി പറയുകയാണ്. മിനിസ്റ്റർ അന്ന് എന്നോട് ഫോണിൽ തന്നെ പറഞ്ഞു, പള്ളുരുത്തിയും കൊച്ചിയും ഈ 2 ആശുപത്രികളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ കരുവേലിപ്പടിയും പള്ളുരുത്തിയുടെ കാര്യത്തിൽ വേണം. എൻ്റെയും അഭിപ്രായം അതാണ്. മിനിസ്റ്റർ അത് മനസ്സിലാക്കി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഒരു ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ നമ്മുടെ ബഹുമാനനായ മുൻ മന്ത്രി കൂടിയാണ് ശ്രീ കെ ബാബു. അദ്ദേഹം അന്ന് ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, മേയറെ ഇത് നമുക്ക് നടത്താൻ കഴിയണമെങ്കിൽ ഇതിന് ഫണ്ട് വേണം. അപ്പോൾ ഫണ്ട് ഇവർ പറഞ്ഞത് ഏതാണ്ട് 1 കോടിയോളം രൂപ വേണം. ഞങ്ങൾ തമ്മിൽ ആലോചിച്ചപ്പോൾ MLA ഫണ്ടിൽ നിന്ന് പിന്നെ അതിനുവേണ്ടി പണം ചെലവഴിക്കാൻ കഴിയില്ല, കോർപ്പറേഷന് ആ സമയത്ത് ചെലവഴിക്കാൻ കഴിയില്ല. എന്ത് വേണമെന്ന് ആലോചിക്കുമ്പോൾ മിനിസ്റ്റർ അതും മറക്കാനാവാത്തൊരു കാര്യമാണ്. ഞങ്ങളെല്ലാവരും പ്രതിസന്ധിയിലാവുമ്പോൾ കൊച്ചി മേയർക്ക് ഏറ്റവും ആശ്രയം, കൊച്ചി മേയർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യക്തി എടുക്കണ്ട കേട്ടോ, കൊച്ചി നഗരത്തിന് എപ്പോഴും ആശ്രയമായ 1-2 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. അതിലൊരു പൊതുമേഖലാ സ്ഥാപനമാണ് BPCL. ഞാൻ BPCLന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരോട് ഏതാണ്ട് 1 കോടി രൂപ ചെലവ് വരുന്ന ഈ കാര്യം ഒരിത്തിരി കാര്യമായ CSR ആണ്. കാരണം അവരെ ഇപ്പൊ തന്നെ നമുക്ക് വേണ്ടി കേരളത്തിന്റെ അഭിമാനമായ CBG പ്ലാനിൽ രാവും പകലും 1 മണിക്കൂർ പോലും ഇടവേളയില്ലാതെ
ഏതാണ്ട് 100 കോടി രൂപ ചെലവഴിച്ചാണ് ബ്രഹ്മപുരത്ത് CBG പ്ലാന്റ് മാർച്ചിൽ അവർ കംപ്ലീറ്റ് ചെയ്യും. അതിനിടയിൽ ഒരു CSR ഫണ്ട് ചോദിക്കുന്നത് തന്നെ സത്യത്തിൽ മേയർക്ക് ഒരു പ്രയാസമാണ്. പക്ഷെ ചോദിച്ചു, അപ്പോൾ തന്നെ BPCL അത് ഗ്രാന്റ് ചെയ്തു. ഫിസിയോതെറാപ്പി സെന്റർ K. ബാബു MLA ഉദ്ഘാടനം ചെയ്തു. ഈ പള്ളുരുത്തി ആശുപത്രി സ്ഥാപിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത എല്ലാവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. ഈ പള്ളുരുത്തി ആശുപത്രിയുടെ യാത്രക്കിടയിൽ ഞാനും ചില പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് അനുസ്മരിക്കുകയാണ്. ഇത് താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയത് ഞാൻ മുൻകൈയെടുത്താണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ലാബ് ആരംഭിച്ചതും അന്ന് ഞാൻ മുൻകൈയെടുത്താണ്. അങ്ങനെ ചെറിയ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ആശുപത്രി ഇപ്പം ഇവിടെ ഒരു ക്യാൻറ്റീൻ നിർമ്മാണം MLA ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. 30 ലക്ഷം രൂപ മുടക്കി. പക്ഷേ കറണ്ട് കണക്ഷൻ കിട്ടാൻ വേണ്ടി കുറേ കാലമായി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അത് കിട്ടിയിരുന്നെങ്കിൽ ക്യാൻറ്റീൻ തുടങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ യഥാർത്ഥം പറഞ്ഞാൽ ഒരു 70 ലക്ഷം രൂപ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച് ഇവിടെ ഒരു പോസ്റ്റ്മോർട്ടം കോംപ്ലക്സും അതുപോലെ തന്നെ ഫ്രീസറും സ്ഥാപിക്കാൻ വേണ്ടി ടെൻഡർ ചെയ്ത് വർക്ക് ആരംഭിക്കാൻ വേണ്ടി മെഷീനറിയുമായി കോൺട്രാക്ടർ വന്നു. ആ സമയത്താണ് സിമെറ്റുകാർ പറയുന്നത് ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, അത് എടുക്കാൻ പറ്റില്ലെന്ന്. ഞാൻ പിന്നെ ആ സ്ഥലം വിട്ടു കിട്ടാൻ വേണ്ടി മിനിസ്റ്റർക്ക് ഒരുപാട് റെപ്രസെൻറ്റേഷൻ കൊടുത്തു, അതുപോലെ സിമെറ്റിന് കൊടുത്തു. അപ്പോൾ അവർ പറയുന്ന അവരുടെ അംഗീകാരം പോകും സ്ഥലം കുറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സ്ഥലം കിട്ടിയില്ല. അപ്പം അങ്ങനെ ആ വർക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. DPCL കൊച്ചി റിഫൈനറി എക്സിക്യൂട്ടീവ് ഡയറക്ടർ M. ശങ്കർ മുഖ്യാതിഥിയായിരുന്നു. ഡെപ്യൂട്ടി മേയർ KA അൻസിയ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ VS ശ്രീജിത്ത്, PR റനീഷ്, ഷീബാലാൽ, പ്രിയ പ്രശാന്ത്, ഡിവിഷൻ കൗൺസിലർ PR രചന, കുമ്പളം പഞ്ചായത്ത് പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ, PA പീറ്റർ, DMO ഡോക്ടർ ആശാദേവി, ഡോക്ടർ മിനു മാത്യു, ഡോക്ടർ MM ഹനീഷ് എന്നിവർ സംസാരിച്ചു.